പെണ്ണുപിള്ള മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. രാധിക ഖേര പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. ഇല്ല ദേശീയ വക്താവും അല്ല, മീഡിയ ഇൻചാർജും അല്ല. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ക്ഷമ വാർത്തയിലുള്ളതാണ് പറയുന്നത്. എന്താടാ കളിക്കേ? അവര് മീഡിയ ക്ഷമ ഞാൻ നിങ്ങൾ ഇന്ന് തിരുത്തുന്നു. ക്ഷമ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പ്രതിപക്ഷ ബഹുമാനം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്ക് തീരെയില്ല. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? നിനക്കെന്നൊക്കെയാണോ നിങ്ങൾ ഒരു ചർച്ചയിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? നിങ്ങൾ കോൺഗ്രസിന്റെ മൂല്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുതൽ ക്ലാസ്സിന് പോകണം. ഇനി അത് പറയുന്നതിൽ ക്ഷമയുടെ തിരുത്തലാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ. നിങ്ങൾ ആരാണെന്ന് അറിയത്തില്ല എന്നും നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. നിങ്ങൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ സുധാകരേട്ടൻ പറയുന്നത് കേൾക്കാം. സുധാകരേട്ടൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരുമല്ല. അടിപൊളി. അപ്പൊ തൽക്കാലം ഒന്ന് അടങ്ങ്. നിങ്ങൾ സുധാകരനെ വിളിച്ചു ചോദിക്കും. ഇപ്പം വിളിച്ചു ചോദിക്കേ. നിന്റെ പറ്റൂല പണിക്കറ. ഞാൻ പറ്റൂല. വിചാരം നിങ്ങൾ തമ്മിൽ തീരുമാനമായോ? കോൺഗ്രസിലാണോ ക്ഷമ ഇപ്പോ? അല്ല, ഒന്ന് ക്ഷമ, കോൺഗ്രസിലെ കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇത് വലിയ കുരിശായല്ലോ. അവയുടെ കുരിശ് തന്നെയാ. അദ്ദേഹത്തിന് എനിക്ക് സംസാരിക്കണം വേണു. അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നില്ല. പണിക്കൊരു രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. ക്ഷമ, പണിക്കർ അങ്ങയെ തടസ്സപ്പെടുത്തുകയല്ല, ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ചോദിക്കുന്നത്. മുഹമ്മദ് 2-3 ആഴ്ചക്ക് മുമ്പ് താങ്കളുടെ ഒരു പ്രസംഗത്തിന് പുറത്ത് വിദ്വേഷ പ്രസംഗത്തിന് താങ്കൾക്കെതിരെ കേസുണ്ട്. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. സംസാരിക്കാൻ പെണ്ണുപിള്ള മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. പെണ്ണുപിള്ള മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. നിങ്ങളെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയൊന്നും ഇവിടെ ഒന്ന് പറയരുത്. എനിക്ക് ക്ഷമയോട് യാതൊന്നും പറയാനില്ല. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എനിക്ക് പറയാനുള്ളത് അവരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നിങ്ങൾ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് അയക്കുന്നത്?